ആത്മാർത്ഥമായ പ്രണയത്തിലെ ഒരിക്കലും പ്രണയം പരസ്പരം തുറന്നു പറയാൻ കഴിയില്ല കേട്ടോ. അതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സൗഹൃദമായിരിക്കും. പക്ഷേ പരസ്പരം ഇഷ്ടം പറയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എവിടെയോ പറയാനൊരു മടി, പറഞ്ഞാൽ അത് വലിയൊരു അബദ്ധമായി മാറുമോ എന്നുള്ളൊരു ടെൻഷൻ. കാരണം അത്രയും നല്ലൊരു ബന്ധം ഈ ഒരു വാക്കുകൊണ്ട് കൈവിട്ടു പോകുമോ എന്നുള്ളൊരു വേവലാതി. അങ്ങനെ ഈ രണ്ട് പേരിൽ ഒരാൾ ഒരു ദിവസം മാനസികമായി തയ്യാറെടുത്തിട്ട് വരും. അപ്പോഴും പറയുന്നത് രണ്ട് വാക്കാട്ടോ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ രണ്ട് വാക്ക് പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് എന്നോട് ഇവൻ അല്ലെങ്കിൽ ഇവള് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ വിരിയുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, ആ കണ്ണുകളിൽ വരുന്ന തിളക്കം, അവിടെ മനസ്സിലാവും ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനുള്ള മറുപടി ഓപ്പോസിറ്റ് സൈഡ് എന്ത് തരും എന്നുള്ളത്. അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ഒറിജിനൽ ലവ് എന്ന് പറയുന്നത്. പിന്നീട് അത് പറയുമ്പോൾ എനിക്ക് നിന്നോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പറയുമ്പോൾ തന്നെ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, ഇയാൾ പറയാൻ ആഗ്രഹിച്ചതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒന്ന് തന്നെയാണ്. അവിടെ വിരിയുന്ന പ്രണയം ഉണ്ടല്ലോ, അതിന് വല്ലാത്തൊരു മധുരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് പറയുന്ന പ്രണയം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള പ്രണയങ്ങൾ 75% വിജയിച്ചിട്ടേ ഉള്ളൂ. ഇത്തരം പ്രണയങ്ങൾ കല്യാണത്തിലെ അവസാനിക്കൂ. അതിൽ ഈ 25% എന്ന് പറയുന്നത് അത്രയും തക്കതായ ഒരു റീസൺ അവർക്ക് മുന്നിലുണ്ടാവും. ഒരു വിധത്തിലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു റീസൺ. അത്രയും റിസ്കിലേക്ക് പോവേണ്ടൊരു സിറ്റുവേഷനിൽ അവർ പിരിയുന്നത് നെഞ്ചു പൊട്ടിട്ട് തന്നെയാണ് കേട്ടോ. അവരുടെ ഉള്ളിൽ ജീവിതകാലം അത്രയും ഉണങ്ങാത്തൊരു മുറിവായിട്ട് അതുണ്ടാവും. ഒരു ഭർത്താവ് വന്നാലോ ഒരു ഭാര്യ വന്നാലോ പുതിയ കുട്ടികളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പരിധി വരെയൊക്കെ മറക്കുമായിരിക്കും. എന്നാലും ചില സമയമൊക്കെ അറിയാതെ ഓർത്തു പോകും. യഥാർത്ഥ പ്രണയം ഒരിക്കലും മരിക്കില്ല. അതങ്ങനെ ജീവിക്കും, മനസ്സിൻ്റെ ഉള്ളിൽ നേറി നേറി